ഈ ഒരു കാര്യം ചെയ്ത ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു രാഘവൻ ഉറപ്പായിട്ടും അഞ്ജലിനെ അടിക്കും എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അഞ്ജലിക്ക് അടി കിട്ടാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് ഈ ചായയിൽ എന്തോ ഉപ്പോ എന്തോ ഒരു സംഭവം അനുപമ എന്തോ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. ഒന്നെങ്കിൽ അധികം മധുരം ഇട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളൊക്കെ സ്വാഗതം കേട്ടോ. വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു പ്രൊമോയിൽ വളരെ രഹസ്യമായ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. വളരെ ഒരു ചെറിയൊരു പ്രൊമോയാണെങ്കിലും അതിൻ്റെ ഉള്ളിലും കൗശലക്കാരനായ രാഘവനുണ്ണിയുടെ ചില കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭയങ്കര ടയേർഡായിരുന്നു. ഒരു രീതിയിലും വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാനാണെങ്കിൽ മുത്തശ്ശി നമ്മുടെ അഞ്ജലിക്ക് വാണിങ്ങുകൾ കൊടുക്കുകയാണ്. അതായത് മുത്തശ്ശി നമ്മുടെ അഞ്ജലിയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇന്നലെ നടന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാലോ അഞ്ജലി, കാവ്യ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, അതൊരു ദുസ്വപ്നമായിട്ട് നീ മനസ്സിൽ വിചാരിക്കണം അഞ്ജലിക്കുട്ടി. കാരണം ഇതൊന്നും അല്ല നിനക്കിനി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഒരിക്കലും രാഘവനോ കാവ്യയോ കുറുപ്പോ അവരൊന്നും അല്ല നിനക്ക് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കാര്യം മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ അഞ്ജലി വിചാരിക്കുന്നുണ്ട്. കാരണം അഞ്ജലിയുടെ മുമ്പിൽ ഇന്നലെ കാവ്യ വന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, രാഘവൻ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് ഇനി ജീവിതത്തിൽ വരും, തനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, തന്നെ കോടതിയിൽ വിടാതെ ഇരിക്കും, അങ്ങനെ പല കാര്യങ്ങളും രാഘവൻ്റെ അടുത്ത് നിന്ന് അഞ്ജലി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിലും വലിയ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അഞ്ജലിക്ക് മനസ്സിലായില്ല കേട്ടോ. ആ ഒരു കാര്യമാണ് നമ്മുടെ മുത്തശ്ശി പറയുന്നത്. അഞ്ജലി, ഒരിക്കലും കാവ്യയും രാഘവനൊന്നും അല്ല യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷവിത്ത് അനുപമയാണ്, നിൻ്റെ സ്വന്തം ചേച്ചി. അവളെയാണ് നീ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. അങ്ങനെ ഈ ഒരു സത്യം നമ്മുടെ മുത്തശ്ശി നമ്മുടെ അഞ്ജലിയോട് വെളിപ്പെടുത്തുന്ന ഒരു സീന് ഇന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൻ്റെ ഏറ്റവും വലിയ ശത്രു അനുപമയാണ് എന്നുള്ളൊരു സത്യം നമ്മുടെ അഞ്ജലി ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മുത്തശ്ശി ആ ഒരു കാര്യങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട് അഞ്ജലിക്ക് അറിയാം, മുമ്പും ചില കാര്യങ്ങളൊക്കെ അനുപമ അഞ്ജലിയോട് സൂചിപ്പിച്ചിരുന്നു. അബിക്ക് നിന്നെ ഇഷ്ടമാണ്, അബി തിരിച്ചു വന്നാൽ ഇവിടെ എന്തൊക്കെ നടക്കുമെന്നറിയില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ. അങ്ങനെ അഞ്ജലിക്ക് ചില വാണിങ്ങുകളൊക്കെ അനുപമ കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ അഞ്ജലി മനസ്സിലാക്കിയാണ്. കഴിഞ്ഞ ദിവസം കാവ്യ വന്ന് പ്രകടനം നടത്തിയതിന് പിന്നിൽ പോലും ഈ അനുപമ കളിച്ചിട്ടാണ് എന്ന് നമ്മുടെ അഞ്ജലി ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും അതൊരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. ഒരിക്കലും ഒരു വിധത്തിൽ നോക്കിയാൽ ഒരിക്കലും അല്ലെങ്കിലും രാഘവനൊന്നും നമ്മുടെ അഞ്ജലിക്ക് ഒരു ഇരയല്ല. രാഘവൻ പല കാര്യങ്ങൾ ചെയ്യും, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, അതിൻ്റെ ചില സൂചനകളും ഇന്ന് പ്രൊമോയിലുണ്ട് കേട്ടോ. പക്ഷേ ഒരിക്കലും അഞ്ജലിക്ക് ഒരു ഇരയല്ല രാഘവൻ കേട്ടോ. കാരണം നമ്മുടെ രാഘവനെ കോടതിയിലിട്ട് വിറപ്പിക്കാറുണ്ട് നമ്മുടെ അഞ്ജലി. അതുകൊണ്ട് ഇപ്പം ശംഖചക്രത്തിൽ എത്തി എന്ന് പറഞ്ഞു നമ്മുടെ അഞ്ജലിനെ തൊടാൻ പോലും രാഘവന് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ രാഘവൻ ചെയ്യും, പക്ഷെ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നമ്മുടെ അഞ്ജലിക്കുണ്ട് കേട്ടോ. പിന്നെ കാവ്യൊന്നും ഒരു വിഷയമേ അല്ല നമ്മുടെ അഞ്ജലിക്ക് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ ശത്രു ഉറപ്പായിട്ടും അനുപമയാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു തന്ത്രമാണ് അനുപമ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാം, കുറുപ്പിന് ഇപ്പോൾ ഏറ്റവും വലിയ ശത്രു, അഞ്ജലിയേക്കാൾ വലിയ ശത്രു എന്ന് പറയുന്നത് രാഘവനാണ്. ഉള്ളിലുള്ള ശത്രുത ഇങ്ങനെ അന്തർധാരയായിട്ട് ഒഴുകുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യം അയാൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല രാഘവൻ്റെ അടുത്ത്. ഇന്നാണെങ്കിൽ കുറുപ്പ് പറയുന്നുണ്ട്, അർജുൻ്റെയും കാവ്യയുടെയും വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാർത്തിക് കേസ് കഴിയുന്നതോടു കൂടിയിട്ട് എൻ്റെ തനി സ്വരൂപം അയാൾ രാഘവൻ അറിയും, അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ കുറിപ്പ് പറയുന്നുണ്ട് കേട്ടോ. അതായത് അർജുൻ്റെയും കാവ്യയുടെയും വിവാഹം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. കാവ്യയുടെ കണ്ണീര് ആ വീട്ടിൽ വീണു. അത് മാത്രമല്ല, കാവ്യ ഇപ്പോൾ സമനില തെറ്റി നടക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് കുറിപ്പിൻ്റെ ഉള്ളിൽ രാഘവനോടുള്ള വൈരാഗ്യം ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴത് പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ കാർത്തിക് കേസ് കഴിയുന്നതോട് കൂടിയിട്ട് രാഘവനോട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ അയാൾക്ക്. ആ ഒരു പ്ലാൻ അയാൾ ഇന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അനുപമ അവിടേക്ക് വരികയും അവർ തമ്മിലൊരു ടൈപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത്
അനുപമയുടെ ഏറ്റവും വലിയ ആവശ്യം അഞ്ജലിയെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നതാണ്. അത് തന്നെയാണ് കുറുപ്പിൻ്റെ ആവശ്യം, അഞ്ജലിയെ അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. അപ്പം ഇവർ രണ്ടു പേരുടെയും ആവശ്യങ്ങൾ ഒന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കുറുപ്പിൻ്റെ ആവശ്യങ്ങൾ നടക്കും, അതുപോലെ തന്നെ അനുപമയുടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഒരു വിധത്തിൽ നോക്കി കഴിഞ്ഞാൽ അനുപമയുടെയും കുറുപ്പിൻ്റെയും ഏറ്റവും പ്രധാന ശത്രു ഇപ്പോൾ രാഘവനാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അഞ്ജലിയാണെന്ന് പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സീന് എന്ന് പറയുന്നത്. ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വളരെ ചെറിയൊരു പ്രൊമോയാണ്. അതിൽ ആദ്യം കാണുന്ന സീന് എന്ന് പറയുന്നത് ഹരിയാണെങ്കിൽ നമ്മുടെ അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞ് ഇവിടെ ശംഖുചക്രത്തിലുണ്ട് എന്നുള്ള കഥയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അയാൾ അങ്ങനെ അവിടെ എത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് രാഘവനോട്, സാർ അഡ്വക്കേറ്റ് അഞ്ജലി എന്തൊക്കെയോ ചെയ്തു വെക്കുന്നുണ്ട്, സാറിനെതിരെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ബാർ അസോസിയേഷനിൽ എന്തൊക്കെയോ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സാറിനത് പണിയായിട്ട് മാറും. അങ്ങനെ വന്നിട്ട് ഹരി പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് രാഘവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന അഞ്ജലി ഇവിടെ തൻ്റെ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഓർത്ത് ചിരിച്ചുകൊണ്ടാണ് രാഘവൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അഞ്ജലി അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്, ഇവിടെ ശംഖുചക്രത്തിൽ ഒരു വേലക്കാരിയെ പോലെ അഞ്ജലി ഇവിടെയുണ്ട്. ഈ ഒരു കാര്യം ഓർത്തിട്ട് രാഘവൻ മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ രാഘവനാണെങ്കിൽ ഇത് ചിരിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് പറയാണ്, അഞ്ജലി ചായ കൊണ്ടുപോവാ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഷോക്കഡായിട്ട് ഹരി നിൽക്കുകയാണ്. അഞ്ജലി ചായ കൊണ്ടുവരുവാണ്. ഏതഞ്ജലി? ഞാനറിയാത്ത ഏതഞ്ജലിയാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഹരി ആലോചിക്കുകയാണ്. ഈ ഒരു സമയത്ത് അഞ്ജലി ചായയും കൊണ്ട് വരും കേട്ടോ. ചായയും കൊണ്ട് വന്നു കഴിയുമ്പോൾ ചായ അഞ്ജലി കൊടുക്കുകയാണ്. ചായ ആരാണ് കൊടുത്തു വിട്ടത് എന്നറിയില്ല, പക്ഷേ അതിന് പിന്നിൽ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള ഒരു 100% ഉറപ്പാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ മേടിച്ച് കുടിച്ച ഉടനെ രാഘവനാണെങ്കിൽ എന്തോ ഒരു സംഭവത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ രാഘവനാണ് ചായ എടുത്ത് എറിയാണ് കേട്ടോ. എറിയുന്നൊരു സീനാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് കേട്ടോ. ഈ ഒരു സീനെല്ലാം കണ്ടിട്ടാണെങ്കിൽ ഹരിയാണ് ഞങ്ങൾ ഷോക്കഡായി നിൽക്കുക. എന്താ ഇവിടെ നടക്കുന്നത്? അഡ്വക്കേറ്റ് അഞ്ജലി ഇതേ രാഘവൻ്റെ വീട്ടിൽ മരുമകളായി വന്ന് നിൽക്കുന്ന അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എപ്പോൾ നടന്നു? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഹരി നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു ചായ മേടിച്ച് കുടിച്ച് കഴിഞ്ഞ ഉടനെ ഈ ഒരു ചായ വലിച്ചെറിയുന്ന ഒരു സീന് നടക്കുന്നത്. എന്തോ ഒരു സംഭവം അതിലുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഈ ഒരു കാര്യം ചെയ്ത ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു രാഘവന് ഉറപ്പായിട്ടും അഞ്ജലീനെ അടിക്കും എന്നാട്ടോ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ഒന്നെങ്കിൽ ഇയാൾ ഇതിനു വേണ്ടി അറിഞ്ഞുകൊണ്ട് ആ ചായ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ അനുപമ കളിച്ചിട്ടുണ്ട്. അഞ്ജലിക്കിട്ട് അടി കിട്ടാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് ഈ ചായയിൽ എന്തോ ഉപ്പോ എന്തോ ഒരു സംഭവം അനുപമ എന്തോ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. ഒന്നെങ്കിൽ അധികം മധുരം ഇട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ചതിക്കളി ഇതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് കണ്ടാലേ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അഞ്ജലിക്കിട്ട് പണി കൊടുക്കുന്ന എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഉറപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.